വളരെയേറെ വേദനിപ്പിക്കുകയും ഉത്കണ്ഠക്ക് വഴിവെക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസമായി വയനാട് മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. വന്യജീവികളുടെ നിരന്തരമായ അക്രമത്തിന് വിധേയരായി അവിടുത്തെ മനുഷ്യർ കൊല്ലപ്പെടുകയും കൃഷി നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് ചെയ്യാവുന്ന നിയമപരമായ എല്ലാ നടപടികളും ത്വരിതഗതിയിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാനുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത് കൂടുതൽ ദൌത്യസംഘത്തെ അയച്ചുകൊണ്ട് ഈ ഇത്തരം വന്യമൃഗങ്ങളെ പിടികൂടുകയോ കാട്ടിലേക്ക് തിരിച്ചയക്കുകയോ പിടികൂടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ മറ്റൊരു കാട്ടാന, കർണാടകത്തിൽ നിന്നും വന്ന കാട്ടാന തന്നെയായിരുന്നു അത്. ആ കാട്ടാനയെ നമ്മൾ മയക്കുവെടി വെച്ച് പിടിച്ചെങ്കിലും അതിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ദാരുണമായ സ്ഥിതി കൂടിയുണ്ട്. ഇതെല്ലാം പരസ്പര വിരുദ്ധമായ ഏറ്റുമുട്ടുന്ന നിലപാടുകളാണ്. രണ്ടു പക്ഷത്തും വളരെ വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇന്നലെ ഒരു ചാനൽ നടത്തിയ ചർച്ചയിൽ ആനസ്നേഹികളുടെ ഭാഗത്തു നിന്നും വളരെ രൂക്ഷമായ വിമർശനമാണ് വനംവകുപ്പിനുണ്ടായിട്ടുള്ളത്. വനംവകുപ്പ് പിരിച്ചുവിടണമെന്ന് വരെ അദ്ദേഹം അതിന്റെ പ്രയാസം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം അവിടെയുണ്ട്. ഒരു ഉന്നതതല ആലോചനാ യോഗം നമുക്ക് ഇപ്പോൾ തന്നെ കൂടാൻ വേണ്ടി കഴിയുമോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.